بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب إطعام الطعام من الإسلام ബാബുൻ തെൻവീനോണ്ടാണ് റിവായത്തുള്ളത്. ബാബു എന്ന് ഇളാബത്തുകൊണ്ടും വായിക്കാം, ബാബ് എന്ന് വഖഫായും വായിക്കാം. ഇത് ഒരു ബാബാണ്. എന്താ വിഷയം? ഇത്ആമു ത്വആമി മിനൽ ഇസ്ലാം, ഭക്ഷണം ഭക്ഷിപ്പിക്കൽ ഇസ്ലാമിൽ പെട്ടതാണ്, ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ പെട്ടതാണ്, ഈമാനിൻ്റെ ഭാഗങ്ങൾ ശുഅബിൽ പെട്ടതാണ്. വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ബാബും ഹദീസുമാണ് വരാനിരിക്കുന്നത്. ഇമാം ബുഖാരി സ്വഹീഹ് തുടങ്ങി വഹീനെ സംബന്ധിച്ച് പറഞ്ഞു. അതിൻ്റെ ശേഷം കിതാബുൽ ഈമാൻ തുടങ്ങി. അങ്ങനെ ഈമാനിനെ സംബന്ധിച്ച് പറഞ്ഞു വന്നു. ഈമാനും ഇസ്ലാമും ഒന്നാണെന്ന് സമർത്ഥിച്ചു. അതിൽ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും പറഞ്ഞു. ഒന്നാമതായി പറഞ്ഞത്, ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയായി ആദ്യമായി പറഞ്ഞത്, അവൻ്റെ നാവും കയ്യും ഒതുക്കി വെക്കണം. അത് മറ്റുള്ളവരെ ശല്യപ്പെടുത്താനുള്ളതല്ല. ഒരു കാരണവശാലും മുഅ്മിനീങ്ങൾക്ക് ശല്യം വരുന്ന നിലക്ക് വായും കയ്യും ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ മുസ്ലിമല്ല എന്ന് പറഞ്ഞു വച്ചിട്ട് ഒരു മുസ്ലിം ചെയ്യേണ്ട കർമ്മത്തിലേക്കാണ് ഈ പോകുന്നത്. തൊട്ടുമ്പത്തെ ബാബ് അയ്യുൽ ഇസ്ലാമി അഫ്ളലു, ഇസ്ലാം കാര്യങ്ങളിൽ വെച്ച് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും പോരിശയായ മുസ്ലിമീങ്ങൾ ആരാണ്, കൂടുതൽ പവറുള്ളവർ ആരാണ്, ചെറിയ അമലിക്ക് കൂടുതൽ കൂലി ലഭിക്കുന്ന പവറുള്ളവരാരാണ്. ഇവിടെ അവാബ് ഇത്ആമു ത്വആമി മിനൽ ഇസ്ലാം, ഭക്ഷണം ഭക്ഷിപ്പിക്കൽ ഇസ്ലാമിൽപ്പെട്ടതാണ്. അത് ഏകദേശം ബാബ് ഹദീസിൽ വരുന്ന പ്രയോഗം തന്നെയാണത്. അതേമാതിരിയല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ഇമാം ബുഖാരിയുടെ ബാബാണത്. وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه وبصحيحه آمين. حدثنا عمرو بن خالد قال حدثنا الليث عن يزيد عن أبي الخير عن عبد الله بن عمرو رضي الله عنهما وعنهم أن رجلا سأل النبي صلى الله عليه وسلم أي الإسلام خير؟ قال تطعم الطعام وتقرأ السلام على من عرفت ومن لم تعرف. ഇമാം ബുഖാരി പറയാണ്, ഹദ്ദസനാ അംറുൻ, അംർ എന്നവർ, അംർ ബിൻ ഖാലിദ് എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. ഈ സനദിൽ 5 റാവികളാണുള്ളത്. ഒന്നാമത്തത് അംർ, അവര് കുഞ്ഞത്തലം അബുൽ ഹസൻ എന്നാണ്. അവിടെ പിതാവ് ഖാലിദ് ബിൻ ഫറൂഖ് എന്ന് പറയുന്ന മഹാനാണ്. ഇബ്നു സഈദ് ബിൻ അബ്ദുർ റഹ്മാൻ ബിൻ വാഖിദ് ബിൻ ലൈസ് ബിൻ വാഖിദ് ബിൻ അബ്ദുല്ലാഹിൽ ഹറാനി മിസ്രിലുള്ള ഒരു നാടാണ് ഹറാൻ.
ബഹുമാനപ്പെട്ട ഇമാം അംബിയാക്കളുടെ നേതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം ഇങ്ങനെയുള്ള മഹാന്മാരെല്ലാം ജനിച്ച നാടാണെന്നും അഭിപ്രായമുണ്ട് ഹറാൻ എന്നത്. ഖീല ഹിയ മൗലിദു ഇബ്രാഹിം അൽ ഖലീൽ വ യൂസുഫ വ ഇഖ്വതിഹി അലൈഹിമുസ്സലാത്തു വസ്സലാം. ഏതായാലും മിസ്റിലെ നാടാണ്. ഇവർ മിസ്റിൽ നിന്ന് അംർ ബിൻ ഖാലിദ് എന്ന മഹാൻ താമസിച്ചത് മിസ്റിൽ തന്നെയാണ്. അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ഉസ്താദ് ലൈസ് ബിൻ സഅദ് എന്നുള്ള മഹാൻ, ഉബൈദുല്ലാഹി ബിൻ ഉമർ ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാർ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ശിഷ്യനായിട്ട് ഒന്ന് ഇമാം ബുഖാരി തന്നെ, ഇനിയിപ്പോൾ അവർ വേറൊന്നും വേണ്ട. അതോടുകൂടി ഹസൻ ബിൻ മുഹമ്മദ് സ്വബാഹ്, അബൂ സുർഅ, അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹും. അബൂ ഹാത്തിം എന്നവർ പറഞ്ഞു സ്വദൂഖുൻ, സത്യം മാത്രം പറയുന്ന ആളാണ്. അഹ്മദ് ബിൻ അബ്ദില്ല എന്നവർ പറഞ്ഞു സബത്തുൻ സിഖത്തുൻ മിസ്രിയുൻ, മിസ്രിയായ സിഖത്തായ അടി ഉറച്ചു നിൽക്കുന്ന ബുദ്ധിക്ക് തകരാറ് പറ്റാത്ത മഹാനാണ്. ഇൻഫറദൽ ബുഖാരിയു ബിരിവായത്തി അൻഹു ദൂന അസ്വാബിൽ കുത്തുബിൽ ഖംസ. ഈ അംർ ബിൻ ഖാലിദ് എന്നവരെ തൊട്ട് ഹദീസ് ഇമാം ബുഖാരി മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. സിഹാഉ സിത്തയിലുള്ള ബാക്കിയുള്ള മുസ്ലിം, അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ ഇവരൊന്നും അത് തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല റളിയല്ലാഹു അൻഹും. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു ഇവരെ കേട്ടിട്ടില്ലെങ്കിലും ഇവരുടെ ഇടയിൽ വേറെ ഒരാളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു മാജന്റെ ഉസ്താദിൻ്റെ ഉസ്താദായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. മഹാൻ അവരുടെ വഫാത്ത്, അംർ ബിൻ ഖാലിദ് എന്നവരുടെ വഫാത്ത് നടക്കുന്നത് 229 അംർ ബിൻ ഖാലിദ് പറയുന്നു ഹദ്ദസന ലൈസു, അവിടെ ഉസ്താദ് ലൈസാണ്. ലൈസ് ബിൻ സഅദ് അൽ മിസ്രിയു അൽ ഇമാമു അൽ മശ്ഹൂറു അൽ മുത്തഫഖു അലാ ജലാലത്തിഹി വ ഇമാമത്തിഹി വയുക്കന്ന ബി അബിൽ ഹാരിസ്. അവരെ വിളിക്കുന്ന പേര് അബുൽ ഹാരിസ് എന്നാണ്. ലൈസ് ബിൻ സഅദ് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. വളരെ കാര്യമായ ഇമാമാണ്, വലിയ പരിശുദ്ധരാണ്, മഹാത്മാവാണ് എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. വലിയ വലിയ എല്ലാ ഫിഖഹിലും വലിയ കഴിവുള്ള മഹാനാണ്. വെറും മുഹദ്ദിസ് മാത്രമല്ല, അവര് ഇസ്ബഹാനിൽ നിന്നുള്ളവരാണ്. അവർ കൈസ് ബിൻ വയലാൻ എന്നുള്ളവരെ തൊട്ടെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം മഹാന്മാരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്ത വലിയ ആളാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ ഇമാമിൻ്റെ ശിഷ്യനാണ് ലൈസ് എന്നവർ. ഹനഫിയോട് പറയല് ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിൻ്റെ അനുയായികളിൽപ്പെട്ട ഹനഫി മദ്ഹബിലുള്ള കാര്യമായ വലിയ പണ്ഡിതനാണ് എന്നാണ്. ഇബ്നു ഖല്ലീഖാനൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിൻ്റെ ശിഷ്യനാണെന്ന. എന്നാൽ അധിക മഹാന്മാരും പറയുന്നത് അവർ സ്വന്തം മദ്ഹബുണ്ടാക്കിയ മദ്ഹബിലെ മുസ്തഹിദാണ്, സ്വന്തം മുസ്തഹിദാണ്, മുത്തലക്ക് മുസ്തഹിദാണ്. അവർക്ക് സ്വന്തമായി മദ്ഹബുണ്ട്. പക്ഷേ ആ മദ്ഹബ് മുദവ്വനല്ലാത്തത് കൊണ്ട് നമുക്ക് പൂർണ്ണമായി ലഭ്യമല്ല. എവിടെങ്കിലും ചെറിയ ചെറിയ ചില വാക്കുകൾ മാത്രമേ ഉദ്ധരിക്കപ്പെടുന്നുള്ളൂ. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു സിഖത്തുൻ സബത്തുൻ, വലിയ ബുദ്ധിമാനും വലിയ ധർമ്മിഷ്ഠനും ധാരാളം ലിയാഫത്ത്, വലിയ പേര് കേട്ട വലിയ ലിയാഫത്തിൻ്റെ ആളായിരുന്നു. അതെല്ലാം ചരിത്രം നോക്കിയാൽ കാണാം. അവരുടെ സൽക്കാരത്തിൻ്റെ രൂപങ്ങളെല്ലാം. അവരുടെ ജനനം 94 ഹിജ്റ. അവർ വഫാത്താകുന്നത് ശഅബാൻ 15 വെള്ളിയാഴ്ച 175 ഒക്കെ ഹിജ്റയാണ് പറയുന്നത്. ആ ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു നമ്മുടെ ഫിഖഹിന്റെ കിതാബിലെല്ലാം അവരുടെ ഉദ്ധരണികൾ നബി ഇമാം ധാരാളമായി ഉദ്ധരിക്കലുണ്ട്. ആരെങ്കിലും യോജിപ്പുള്ളതും ഖിലാഫുള്ളതും എണ്ണുമ്പോൾ ഇന്നാളുകൾ ഈ വിഷയത്തിലെല്ലാം യോജിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ലൈസിന് എണ്ണലുണ്ട്. ചിലപ്പോൾ വിയോജിപ്പിൻ്റെ കൂട്ടത്തിലും എണ്ണലുണ്ട്.
അവരുടെ ഉസ്താദ് യസീദ് എന്നവരാണ്. യസീദ് ബിനു അബി ഹബീബ് എന്നാണ് അവരുടെ പേര്. യസീദ് ബിൻ അബി ഹബീബ്. അബു ഹബീബ് എന്നുള്ള പേര് സുവൈദ് എന്നാണ്. മിസിരിയാണ്. അവർ വിളിക്കുന്ന പേര് കുഞ്ഞത്തലം അബൂ റജാ എന്ന കാര്യമായ താബിയാണ് യസീദ് ബിൻ അബി ഹബീബ് എന്നവർ. അബ്ദുല്ലാഹിബിൻ ഹാരിസ് എന്നവരെ അവർ ഹദീസ് കേട്ടിട്ടുണ്ട്. അതുപോലെ അബു തുഫൈൽ ആമിർ ബിൻ വാസിലത്ത മിന സ്വഹാബ, സ്വഹാബത്തിൽ നിന്ന് 2 സ്വഹാബികൾ അവർ കണ്ടിട്ടുണ്ട്. ഹദീസ് റിപ്പോർട്ടുണ്ട്. 2 ആളെ കണ്ടിട്ടുണ്ട് എന്നല്ല, 2 സ്വഹാബികളെ വക്കൽ നിന്ന് അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ ഹാരിസ് ബിൻ സുബൈദി എന്നവരെയും അബു തുഫൈൽ ആമിർ ബിൻ വാസില എന്നിവരെയും 2 സ്വഹാബികളെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ താബികളിൽ നിന്ന് ധാരാളം താബികളിൽ നിന്നും അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ശിഷ്യന്മാരായിട്ട് സുലൈമാൻ തൈമി, ഇബ്രാഹിം ബിൻ യസീദ്, യഹ്യ ബിൻ അയ്യൂബ് ഇങ്ങനെയുള്ള മിസ്രിലെ വലിയ വലിയ നേതാക്കന്മാർ അവർ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ യസീദ് ബിൻ അബീബ് എന്നവർ അവരുടെ കാലത്ത് മിസ്രിലെ മുഫ്തിയായിരുന്നു. വകാന ഹലീമൻ ആഖില, നല്ല ഒതുക്കമുള്ള അമർച്ചയുള്ള ബുദ്ധിമാനായിരുന്നു. എടുത്ത് ചാടുന്നവരോ തോന്നിയാസം പറയുന്നവരോ അല്ല. മഹാന്മാർ അങ്ങനെ പറയുന്നില്ലല്ലോ. ഇന്നത്തെ കാലത്തല്ലേ 1 2 പറയാ. എന്താ കെതുഫ് അടക്കമുള്ള പ്രയോഗങ്ങളല്ലേ എന്ന് പ്രയോഗിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മിസ്റിൽ ഇൽമ് ആദ്യമായി വെളിവാക്കിയാൽ ഇൽമിയായ ബഹ്സ് മിസ്റിൽ തുടങ്ങി വെച്ച ആള് ബഹുമാനപ്പെട്ട യസീദ് ബിൻ അബി ഹബീബ് എന്ന് പറയുന്ന മഹാനാണ്. അവരാണ് മിസ്റിൽ ഇൽമിയായ ബഹ്സുകൾ തുടങ്ങിയത്. ഫിഖ്ഹിയായ ചർച്ചകൾ, അതുപോലെ ഹലാല് ഹറാമ്, ഇന്നത് ഹലാല് ഇന്നത് ഹറാമ് എന്നുള്ള ചർച്ചകളെല്ലാം മിസ്രിൽ കൊണ്ടുവന്നത് യസീദ് ബിൻ അബി ഹബീബ് എന്നവരാണ്. അതിൻ്റെ മുമ്പ് അവരുടെ ചർച്ചകൾ ഫിത്നകളും യുദ്ധങ്ങളും മലാഹിമുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. മിസ്രിൽ പഴയ കാലത്ത് യസീദ് ബിൻ അബി ഹബീബ് വരുന്നതിൻ്റെ മുമ്പ് അവിടെയുള്ള കാര്യമായ ചർച്ചകൾ, ക്ലാസ്സുകൾ, വഅളുകൾ, ഫിത്നകളും യുദ്ധങ്ങളും അങ്ങനെ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിലും ചില കാലത്ത് എല്ലാ സ്ഥലത്തും കഥാപ്രസംഗങ്ങളുണ്ടാവും, ഏതെങ്കിലും യുദ്ധങ്ങൾ എന്ന മാതിരി. യസീദ് ബിൻ അബി ഹബീബ് വരുന്നത് വരെ ഹിജ്റിലുണ്ടാകുന്ന ചർച്ചകൾ, ഓരോരോ ഫിത്നകൾ, ഹദീസിൽ വാരിദായ ഖുർആനിൽ വാരിദായ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഫിത്നകൾ, അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, യുദ്ധങ്ങൾ, ബദർ കിസ്സകൾ, ബദറിനെ പറ്റി ഉഹദിനെ പറ്റി പറയാം, ഇങ്ങനെയുള്ള ഷാം വിജയങ്ങൾ, ഇതായിരുന്നു അവരുടെ ചർച്ച. യസീദ് ബിൻ അബി ഹബീബ് വന്നപ്പം ആ ചർച്ച അങ്ങോട്ട് മാറ്റി നിർത്തി ഫിഖ്ഹിയായ ചർച്ചകൾ, ഹലാല് ഹറാമ് ചർച്ചകൾ ചെയ്യൽ തുടങ്ങി. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരുടെ ഖിലാഫത്ത് കാലത്ത് മിസ്റിലെ മുഫ്തികളായി 3 ആളെ നിശ്ചയിച്ചു. അവരിൽപ്പെട്ട ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട യസീദ് ബിൻ അബി ഹബീബ് റളിയല്ലാഹു അൻഹു. അവർ ജനിക്കുന്നത് ഹിജ്റ 53-ലാണ്, വഫാത്താകുന്നത് 128-ലാകുന്നു. ധാരാളം ശിഷ്യന്മാരും ധാരാളം ഹദീസുകളും മിസ്രിലുള്ള പണ്ഡിതന്മാർ മുഴുവനും അവർ ശിഷ്യന്മാരാണെന്ന് പറയുന്നതിന് വിരോധമില്ല. 4-മതായി നമ്മുടെ ഹദീസിൽ വരുന്നത് യസീദ് എന്നവരുടെ ഉസ്താദ് അബുൽ ഖൈർ എന്നവരാണ്. അവിടെ പേര് അബുൽ ഖൈർ എന്നുള്ളത് കുഞ്ഞത്തലമാണല്ലോ. അവിടെ ഇസ്മലമുള്ളത് മർസദ് എന്നാണ്. ബിഫത്ഹിൽ മീമി വസുകൂനിർ റായി വഫത്ഹി സാഇൽ മുസല്ലസ, മർസദ് അബുൽ ഖൈർ എന്ന് വിളിക്കും. അതുപോലെ അബു അബ്ദില്ലാഹിൽ യസ്നി അൽ മിസ്രി, ഒക്കെ മിസ്രിയിലാണ് സനദിലുള്ളത്. അവര് അംർ ബിൻ ആശി റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു, അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള ധാരാളം സ്വഹാബികളെ തൊട്ട് അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ വഫാത്താകുന്നത് ഹിജ്റ 90-ലാണ്. അവർക്ക് ശിഷ്യന്മാരായിട്ട് ധാരാളം മഹാന്മാരുമുണ്ട്. ഈ യസീദ് അബുൽ ഖൈർ എന്നവരുടെ
ഉസ്താദായി ഷെയ്ഖായി ഇവിടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അൻ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു തൊട്ട് മുമ്പത്തെ ഹദീസുകൾ ചരിത്രം ഞാൻ ചെറിയ തോതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റജുലൻ, തീർച്ചയായും ഒരു പുരുഷൻ, സഅലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. ആ നബി തങ്ങളോട് ചോദിക്കുന്ന റജുല് എന്നത് അവരുടെ സ്വഹാബികൾ, അവരിൽപ്പെട്ട ഒരാളെ പേരില്ലാത്തവരോട് പറയാണ്. യഥാർത്ഥത്തിൽ അത് സ്വഹാബിയാണ് ചോദിക്കുന്ന ആള്. എന്താ ചോദിക്കുന്നത്? അയ്യുൽ ഇസ്ലാമി ഖൈറുൻ. നേരത്തെ ചോദിച്ചു കൊല്ലാന്ന ഞങ്ങൾ ചോദിച്ചു എന്നാ. അതല്ല, അത് വേറൊരു ചോദ്യമാണ്. തൊട്ട് മുമ്പത്തെ ഹദീസിലുണ്ടായിരുന്നത് ഖാലൂ യാ റസൂലുള്ളാഹി അയ്യുൽ ഇസ്ലാമി അഫ്ളലൂന, അയ്യുൽ ഇസ്ലാമി അഫ്ളലൂന. എന്നിട്ട് തൊട്ട് മുമ്പത്തെ ഹദീസിൽ ചോദിച്ച ചോദ്യം അത് സ്വഹാബത്ത് ഒന്നടക്കം അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് അടക്കമുള്ളവർ ചോദിച്ച ചോദ്യമാണ്. ഇസ്ലാം കാര്യങ്ങൾ, ഇസ്ലാമുള്ള ആളുകളിൽ വെച്ച് ഏറ്റവും പോരിശയുള്ള ആളുകൾ ആരാണ്? ആ ചോദ്യം അഫ്ളലുള്ള ചോദ്യം. ഏറ്റവും പോരിശയുള്ളത്, ചെറിയ പണിക്ക് ധാരാളം കൂലി ലഭിക്കുന്നത് ഏത് എന്നാണ് ഇന്നലെ ചോദിച്ച ചോദ്യം. തൊട്ടുമുമ്പത്തെ ഹദീസിൽ ഇവിടെ ചോദിക്കുന്നത് അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാം കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറുള്ള കാര്യം. ഖൈർ എന്ന ഷർറിന്റെ മുഖാബിലല്ലേ? അപ്പൊ ജനോപകാരമായ കാര്യം എന്ത്? ഖൈർ എന്നതാ ജനോപകാരമുള്ള, ഏറ്റവും ഇസ്ലാം കാര്യങ്ങളിൽ വെച്ച് മികച്ചു നിൽക്കുന്നത് ഏതാണ്? ഏറ്റവും കൂടുതൽ ജനോപകാരമുള്ള സംഗതി ഏതാണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തുത്ഇമു ത്വആമ വതഖറഉ സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. തുത്ഇമു, നീ ഭക്ഷിപ്പിക്കണം, അത്വആമ, ഭക്ഷണത്തെ, വതഖറഉ, നീ ചൊല്ലണം, അസ്സലാമ, സലാമിനെ, അലാ മൻ അറഫ്ത, നിനക്ക് അറിയുന്നവരുടെ മേലിൽ, വമൻ ലം തഅരിഫ്, നീ അറിയാത്തവരുടെ മേലിലും നീ സലാം ചൊല്ലുകയും ചെയ്യണം. അതാണ് ഇസ്ലാം കാര്യങ്ങളിൽ വെച്ച്, ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ജനോപകാരമുള്ള കാര്യം. ഇവിടെ കുറേ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇമാം ബുഖാരിയുടെ തുടർച്ചയായ ഈ മൂന്ന് ബാബുകൾ, ബാബുൻ അയ്യുൽ ഇസ്ലാമി അഫ്ളലു എന്നതിൽ ഹദ്ദസനാ സഈദ് ഇബ്നു യഹ്യ എന്ന് തുടങ്ങുന്ന ഹദീസ്. രണ്ടാമത്തത് ബാബുൻ ഇത്ആമു ത്വആമി മിനത് ത്വആം. ഇനി അടുത്ത ഹദീസ് വരാൻ പോകുന്നുണ്ട്, ബാബും മിനൽ ഈമാനി അൻ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഈ മൂന്ന് സനദുകളും, ആദ്യത്തെ സനദിൽ എല്ലാ റാവികളും കൂഫക്കാരാണ്. ഇപ്പം നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ബാബിൽ എല്ലാവരും ബസ്രക്കാരാണ്. ഇതിൻ്റെ ശേഷം വരുന്നതും ബാബും മിനൽ ഈമാൻ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി എന്നുള്ളതിലും എല്ലാവരും ബസ്രക്കാരാണ്. അങ്ങനെ മുസൽസലായ ഹദീസിനെ മുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരേ നാട്ടുകാരുടെ ഹദീസായി വന്നാൽ അതിന് മുസൽസൽ എന്ന് പറയും. റാവികൾ മുഴുവനും ഒരേ നാട്ടുകാരായാൽ എനിക്ക് മുസൽസൽ എന്ന് പറയും. ആ മുസൽസലായ നിലക്ക് മൂന്ന് ബാബുകളിൽ തുടർച്ചയായി, മൂന്ന് ബാബുകളിലുള്ള മൂന്ന് സനദുകളിലും തസൽസുൽ വന്നു. ഒന്നാമത്തതിൽ എല്ലാവരും കൂഫക്കാർ, രണ്ടാമത്തതും മൂന്നാമത്തേലും എല്ലാവരും ബസറക്കാർ. അതൊരു ഇസ്നാദിൻ്റെ ലത്തായിഫിൽപ്പെട്ടതാണ്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇമാമിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവരാൻ കഴിയുക. ഇമാം ബുഖാരിക്ക് പിന്നെ ഏതായാലും അത് കഴിയുമല്ലോ. പിന്നെ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇസ്നാദാണ് പറഞ്ഞത്. അയ്യുൽ ഇസ്ലാമി ഖൈറുൻ, എനിക്ക് മറുപടി തുത്ഇമൂന. അതിൻ്റെ തർക്കീബ് എന്താ? അയ്യുൽ ഇസ്ലാമി ഖൈറുൻ മറുപടിയായിട്ട് പറയാണ് ഹുവ, ഇസ്ലാമിൽ വെച്ച് ഏറ്റവും ഉത്തമമായതാകുന്ന മുത്ത കൂട്ടി കൊടുക്കുക. തുത്ഇമു എന്ന് പറഞ്ഞാൽ അൻതുത്ഇമാന, അന്നിനെ കളഞ്ഞതാണ്. തസ്മൗ ബിൽ മുഈദി ഖൈറു മിൻ അൻ തറാഹു എന്ന് പറഞ്ഞാൽ അതേമാതിരി തുത്ഇം അൻതുത്ഇമാ എന്നുള്ളടത്ത് അന്ന് കളഞ്ഞു.
കഴിഞ്ഞപ്പം തുത്തഇമു നാസിബിനെ തൊട്ടും മൻസൂബ് നാസിബിനെ തൊട്ടും മജ്സൂമിനെ ജാസിമിനെ തൊട്ടും ഒഴിവായ റഫ് ചെയ്യണമല്ലോ. അപ്പോൾ റഫ് ചെയ്തു. അങ്ങനെയാണ് തുത്തഇമു എന്നാണ്. തക്ദീറിൽ അന്നുണ്ട്, മസ്തരി അന്നുണ്ട്. അപ്പോൾ ഇത്ആമു ത്വആം എന്ന് ഇമാം ബുഖാരി അർത്ഥം വെച്ചല്ലോ. ബാബു ഇത്ആമു ത്വആം, ബാബുൻ ഇത്ആമു ത്വആമി മിനൽ ഈമാൻ. ആ ഇത്ആം എന്നത് ഇമാം ബുഖാരി ഹദീസ് ബയാൻ ചെയ്യാം. തുത്ഇമു എന്നാണ് ഹദീസിലുള്ളത് എങ്കിലും അത് മസ്തർ കൊണ്ട് തവ്വീൽ ചെയ്ത് ഇത്ആമിൻ്റെ അർത്ഥം അവിടെ വെക്കണം. കാരണം അന്ന അവിടെ മുഖദ്ദറാണ്, തക്ദീറിലുണ്ട്. അപ്പം നീ ഭക്ഷണം കൊടുക്കലാണ്, നീ സലാം ചെല്ലലുമാണ്. രണ്ടും മസ്തർ കൊണ്ട് തവ്വീൽ ചെയ്യണം. അപ്പം തുത്ഇമു എന്നതിൻ്റെ അർത്ഥം തവ്വീൽ ഇത്ആമു ത്വആമു എന്നാണ്. കാരണം അവിടെ അന്ന് മുഖദ്ദറാണ്. ഒരു കളയപ്പെട്ട മുത്താല് ഖബറാണ്, നാസിബും മൻസൂബും കൂടിയത് മസ്തറിൻ്റെ തവ്വീലായതുകൊണ്ട് മുബ്തദാൻ്റെ ഖബർ എന്നർത്ഥം വെക്കണം. അപ്പം ഇത്ആമു ത്വആം എന്നർത്ഥം വരും എന്നാണ് ഇമാം ബുഖാരി ഹദീസിനെ വിശദീകരിക്കുകയാണ് ബാബു കൊണ്ട്. അതാ ബാബുൻ തുത്ഇമു ത്വആമ എന്ന് പറയാതെ ഇത്ആമു ത്വആം എന്ന് പ്രത്യേകമായി കൊണ്ടുവന്നു. തവ്വീലിന് വേണ്ടിയിട്ടാണത്, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഹദീസിന് ശറാണ ബാബ്. തുത്ഇമു ത്വആമ, നീ ഭക്ഷണത്തെ ഭക്ഷിപ്പിക്കലാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഈ ഹദീസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ സ്വഹീഹിൽ ആദ്യമായി ജനോപകാരമായ മനുഷ്യൻ്റെ കർമ്മത്തെപ്പറ്റി പറയുന്ന ഒന്നാമത്തെ കാര്യമാണ് ഇത്ആമു ത്വആം. ഒന്നാമത്തെ ഹദീസായി ഇതാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ തുത്ഇമു എന്ന് പറഞ്ഞാൽ അത്അമ യുത്ഇമു വളരെ ചിന്തിക്കേണ്ട വിഷയം. അത്അമ യുത്ഇമു എന്നെല്ലാം പറയാൻ മുതഅദ്ദിയായ ഫീലാണ്. അപ്പം എന്ത് വരും? രണ്ട് മഫൂലിലേക്ക് വിട്ടുകിടക്കണം. തുത്ഇമു ത്വആമ, തുത്ഇമു നീ ഭക്ഷിപ്പിക്കലാണ്. അത്വആമ ഭക്ഷണത്തെ. ആർക്ക്? രണ്ടാം മഫൂൽ പറയണം. അത് കളഞ്ഞത് ഉമൂമിനെ ഫായിദപ്പിക്കാനാണ് ഇമാമിങ്ങൾ പറയുന്നത്. ആർക്ക് എന്ന് പറഞ്ഞില്ല. എന്താ കാരണം? ആർക്ക് എന്ന് പറയാതിരിക്കാനുള്ള കാരണം ഇവിടെ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖൽഖിലേക്ക് ഭക്ഷിപ്പിക്കാതെ. തുത്ഇമു ത്വആമ ഐ തുത്ഇമുൽ ഖൽഖ ത്വആമ. അള്ളാഹു ശാരീരങ്ങളെ ചെയ്ത് അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പടപ്പുകൾക്ക്, അത് മനുഷ്യനായാലും വേണ്ടില്ല, മുസ്ലിമായാലും വേണ്ടില്ല, കാഫിറായാലും വേണ്ടില്ല, ജീവികളായാലും വേണ്ടില്ല, ഉപദ്രവ ജീവികളായാലും വേണ്ടില്ല, എന്ത് ജീവികളായാലും വേണ്ടില്ല. ഹദീസുകൾ പരിധി നോക്കിയാൽ കാണാം, ഒരാൾ കൃഷി ചെയ്തു, ആ കൃഷിയിലുള്ള കനികൾ ഏതെങ്കിലും ജീവികൾ ഏതെങ്കിലും വിധേന അത് ഉപയോഗപ്പെടുത്തിയാൽ അത് സദക്കയാണ്, അതിനിക്ക് കൂലിയുണ്ട്. അതുപോലെ ഭക്ഷണം കൊടുക്കുന്നിടത്ത് മുസ്ലിമാണോ കാഫിറാണോ എന്നൊന്നും നോക്കേണ്ടതില്ല. സവാഉൻ കാനൽ മുത്അമു മുസ്ലിമൻ ഔ കാഫിറൻ ഔ ഹയവാനാന. അതുപോലെ ഈ കൊടുക്കുന്ന ഭക്ഷണത്തിൽ 2-3 ഹുക്കുമുള്ള ഭക്ഷണങ്ങളുണ്ട്. ചില ഭക്ഷണം കൊടുക്കൽ, ചില സമയത്ത് കൊടുക്കൽ നിർബന്ധമായി വരും. റൂഹിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം കൊടുക്കൽ മുൽത്തർ. ആ മുൽത്തർ എന്ന് പറഞ്ഞതിൽ നമ്മുടെ ഇമാമിങ്ങൾ പറയുന്നത് കാണാം, നായ വരെ പെടും. ഫിഖിന്റെ മസലയാണത്. ദാഹിച്ച് വലഞ്ഞ നായക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി നായക്ക് ദാഹം ശക്തിമത്താവോ എന്ന് ഭയപ്പെട്ടതിൻ്റെ പേരിൽ ഐൻ നജസാണ് നായ, മുഗല്ലദായ നജസാണ്. എന്നാൽ ആ നായക്ക് വെള്ളം കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇവൻ ആ വെള്ളം കൊണ്ട് കുളിക്കുകയോ ഒതു കൊടുക്കുകയോ ചെയ്തായിരുന്നെങ്കിൽ ആ കുളിക്കാനും ഒതു കൊടുക്കാനും ആ വെള്ളം ഉപയോഗിക്കാതെ അത് നായക്ക് വേണ്ടി കൊടുത്തിട്ട് അവൻ തയമ്മം ചെയ്ത് നിസ്കരിക്കണം. ഈ തയമ്മം കുളിക്ക് പകരം തയമ്മം ചെയ്യണം. എന്താണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സൂക്ഷ്മത? എന്താണ് പരിശുദ്ധ ഇസ്ലാം ഇവിടെ ജനങ്ങളെ പഠിപ്പിക്കുന്നത്? എവിടെയാണ് തീവ്രവാദം? കണ്ടോ, ഈ ബുഖാരി ഇമാമ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട കർമ്മം ജനോപകാര പരിപാടിയായി ആദ്യമായി പറയുന്നത് ഇത്ആമു ത്വആം. ആർക്ക് കൊടുക്കണം?
ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കണം. അതാ രണ്ടാം ഫുൾ കളഞ്ഞതാ. ആരാണോ ഭക്ഷണത്തിലേക്ക് ദാഹിക്കുന്നവർ, ഭക്ഷണത്തിലേക്ക് ആവശ്യമുള്ളവർ, തായ്മ എന്ന് പറയുന്ന വാക്ക് അത്അമ എന്ന് പറഞ്ഞാൽ തീറ്റ മാത്രമല്ല, കുടിപ്പിക്കലിനെ പറ്റിയും പറയും. ومن لم يطعمه فإنه مني എന്നറിഞ്ഞില്ലേ? ദാവൂദ് നബി അലൈഹി സ്വലാം അടക്കം ഉൾക്കൊള്ളുന്ന ആ ഒരു സൈന്യത്തിൽ പുഴ കടക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇല്ലാമൻ വമല്ലം യത്അംഹു ഫഇന്നഹു മിന്നി, തീരെ കുടിക്കാത്തവനോയിൽപ്പെട്ടവനാണ്. ഇല്ലാമൻ യതർഫുർഫതം വാഹിദ, ഇനി വേണമെങ്കിൽ ഒരു കോരി കുടിക്കാം. ആ പറഞ്ഞോടത്ത് വെള്ളം കുടിക്കലിനെ പറ്റി ത്വഅമ് എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം കുടിപ്പിക്കലും പെട്ടു, കുടിക്കുന്നതും പെട്ടു. അത് ആർക്കാണ് കൊടുക്കേണ്ടത്? ആവശ്യമുള്ളവർക്ക് ഭക്ഷണവും വെള്ളവും നൽകുക. എന്തൊരു മഹത്തമായ പ്രയോഗമാണിത്! ചിന്തിക്കേണ്ട വിഷയമാണ് ഇത്. നമ്മുടെ കിതാബ് ഓതുന്ന എല്ലാവരും ബുഖാരിയുടെ ആദ്യം ഓതാത്തൊരു മുസ്ലിയാരുണ്ടാവൂല, ഒരു പണ്ഡിതനുണ്ടാവൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സമ്പ്രദായമായി മാറി. ലോകത്ത് മുഴുവനും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഭക്ഷണം കൊടുക്കാൻ ഒന്നാം സ്ഥാനത്താണ്. കാരണം ജനോപകാരമായ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂലി കിട്ടുന്ന പണി. മാത്രവുമല്ല, ഇമാമിങ്ങൾ പ്രത്യേകം പറയുന്നു, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്ന് പറഞ്ഞ അവൻ്റെ കരങ്ങളെ തൊട്ട് മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കൽ മാത്രമല്ല, അവർക്ക് ഗുണം ചെയ്യും കൂടിയും വേണമെന്ന് വരുത്താനാണ് ഈ ഹദീസ് തൊട്ട് പിറകിൽ കൊണ്ടുവന്നത്. ജനങ്ങളെ ശല്യം ചെയ്യാതെ അവൻ്റെ പണം, അവൻ്റെ മുതല് അവൻ കൂട്ടിപ്പിടിച്ച് ഒരാൾക്കും കൊടുക്കാതെ ഒരു ഉപകാരം ചെയ്യാതെ പിടിച്ചു നിൽക്കൽ ശരിയല്ല. ആ ജനങ്ങൾക്കുള്ള സലാമത്ത് അതിൻ്റെ അടയാളം ഇവൻ കൊടുക്കുമ്പോഴാണ്. അവൻ പൂഴ്ത്തി വെക്കലോ പിടിച്ചു വെക്കലോ ബഖീൽ തരമായി കാട്ടലോ അത് സലാമത്തിൻ്റെ വകുപ്പല്ല എന്നും കൂടി സൂചിപ്പിക്കാനാണ് ഇമാം ബുഖാരി തൊട്ട് പിറകെ ഏറ്റവും വലിയ ജനോപകാര പരിപാടി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുസ്ലിമായ നിലക്ക് ഇസ്ലാമിൻ്റെ പേരിൽ ഒരു പണി ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ല പണി ഇത്ആമു ത്വആമാൻ, വെള്ളവും ഭക്ഷണവും ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. ഇതുകൊണ്ട് തന്നെ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മുസ്ലിമീങ്ങൾ ആളുകൾ കൂടുന്ന സ്ഥലം എവിടെയുണ്ടോ അവിടെയെല്ലാം ഭക്ഷണം കൊടുക്കും. ജനിക്കുന്നോടത്തും കൊടുക്കും, മരിക്കുന്നോടത്തും കൊടുക്കും, കല്യാണത്തിന് കൂടുന്നോടത്തും കൊടുക്കും, പരിപാടികൾ നടത്തുന്നോടത്തും കൊടുക്കും, സമ്മേളനം നടക്കുന്നിടത്തും കൊടുക്കും, എല്ലായിടത്തും ഭക്ഷണം കൊടുക്കും. അതിലൊരു ബഖീൽ തരം കാട്ടൂല. മാത്രവുമല്ല, ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് പല സ്ഥലത്തും പ്രോത്സാഹിപ്പിച്ചതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക്, മരിച്ച ആൾക്ക് വേണ്ടി ധാരാളം സദക്ക ചെയ്യണം, പ്രത്യേകിച്ചും മരിച്ച അന്ന്. ആ സദക്കയിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും ഭക്ഷണം നൽകൽ തന്നെയാണ്. ആ ഭക്ഷണം നൽകുന്നത് അത് നിയാഹത്തിൻ്റെ സ്വരത്തിൽ കൂടെയോ നൗഹിൻ്റെ സ്വരത്തിൽ കൂടെയോ അല്ലാതെ വീട്ടുകാർക്ക് വിഷമത്തിലായത് കാരണമായിട്ട് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അതോടുകൂടെ ആ വീട്ടിൽ വരുന്ന ആളുകൾ, മരിച്ച വീട്ടിൽ ധാരാളം ആളുകൾ വരും വീട്ടുകാരെ സമാശ്വസിപ്പിക്കാനും മരിച്ചവൻ്റെ ആ ദുഃഖമായതിൻ്റെ പേരിൽ ഖബർ സിയാറത്തിനും നിസ്കരിക്കാനും വീട് സന്ദർശനത്തിനും തഅസിയത്തിനും വേണ്ടി വരും. അവർക്കും ഭക്ഷണം കൊടുക്കണം. വീട്ടുകാർക്ക് വിഷമമാണെങ്കിൽ അവർ കൊടുക്കണ്ട, എന്നാലും കുടുംബങ്ങളും ബന്ധുക്കാരും അയൽവാസികളും കൊടുക്കണം ഭക്ഷണം. മരിച്ചവനിക്ക് കൂലി കിട്ടാൻ വേണ്ടി മരിച്ച അന്നും അതിൻ്റെ പിറ്റേന്നും അതിനോടനുബന്ധിച്ച ദിവസങ്ങളിലും ഭക്ഷണം സദക്ക ചെയ്യുന്നതിന് പരിശുദ്ധ ഇസ്ലാം ഒരു തടസ്സവും ചെയ്തിട്ടില്ല. നേരെ മറിച്ച് മരണത്തെ ആഘോഷമാക്കുന്നത്,
അത് കൂലിപ്പണിക്ക് അല്ലെങ്കിൽ ദുഃഖം പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നവർക്ക് കൊടുക്കൽ അത് പാടില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുമിച്ച് കൂടുന്നവർ മരിച്ച അന്നും അതിൻ്റെ പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും തഅസിയത്തിന് വരുന്നവർ ആരും തന്നെ ദുഃഖം ആചരിക്കാനല്ല വരുന്നത്. വീട്ടുകാരെ തഅസിയത്താക്കാനും മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാനും വേണ്ടിയാണ്. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാനും വീട്ടുകാരെ സമാശ്വസിപ്പിക്കാനും വേണ്ടി വരുന്നവർക്ക് വീട്ടുകാർക്ക് വിഷമമില്ലെങ്കിൽ അവർ ദുഃഖത്തിലാണോ അവരതിന് മുതിരേണ്ടതില്ല. ചില ആളുകൾക്ക് അതിന് കഴിയൂല സൽക്കരിക്കാനും വെള്ളം കൊടുക്കാനും കഴിയുന്ന ഘട്ടമല്ല. എന്നാലും ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചും മയ്യത്തിന് ഉദ്ദേശം കൊണ്ട് കൊടുക്കുന്നത് വലിയ കൂലിയുള്ള കാര്യമാണ്. ആരാണിത് ഹറാമാക്കിയിട്ടുള്ളത്? മരിച്ച വീട്ടിൽ പാടില്ല എന്നാരാ പറഞ്ഞിട്ടുള്ളത്? മഹാന്മാരായ എത്ര സ്വഹാബത്തുകൾ അവർ ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട്. താബിയങ്ങൾ എത്ര ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട്. ചരിത്രം നോക്കണ്ടേ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആഘോഷമാക്കിയും കൊണ്ടോ ദുഃഖാചരണമായിട്ടോ ആളുകളെ വിളിക്കലും വിളിച്ചു വരുത്തലും ആളുകൾ ഒരുമിച്ച് കൂടലും അത് രണ്ടും പരിശുദ്ധ ഇസ്ലാം വിമർശിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തവക്കുലിന് എതിരാണ്. അള്ളാഹുവിൻ്റെ ഖളായിലുള്ള പൊരുത്തക്കേടിൻ്റെ അടയാളമായി വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽ തുള്ളി വെള്ളം പോലും കൊടുക്കണ്ട. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അങ്ങനല്ലാതെ വിശപ്പടക്കാൻ, ദാഹം ശമിപ്പിക്കാൻ ഭക്ഷണവും പാനീയവും കൊടുക്കുന്നതിനേക്ക് ഒരു തടസ്സവുമില്ല. നമ്മുടെ നാട്ടിൽ പണ്ടെല്ലാം ഒരു ആചാരമുണ്ട്. എന്താ? മരിച്ച വീട്ടിൽ മരിച്ച ആളുകൾക്ക് അവിടെ വീട്ടിൽ അവർക്ക് ഇതിനു വേണ്ടി ഒരുങ്ങാനുള്ള ദുഃഖം കാരണം അത് വേണ്ടതുപോലെ ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ മരിച്ച വീട്ടിൽ ധാരാളം ആളുകൾ തഅസിയത്തിനും ദുആ ചെയ്യാനും വേണ്ടി വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കുടുംബങ്ങളെല്ലാം ഭക്ഷണമായി വരും, പലഹാരമായി വരും, പലതുമായി വരും. ഇന്ന് ചില വലിയ വലിയ പോക്കിരിമാർ വിളിച്ചു പറയും, ആരും ഒന്നും കൊണ്ടുവരരുത്. അവർ കൊടുക്കാൻ തയ്യാറാണെങ്കിലും മയ്യത്തിന് വേണ്ടി സദഖ ചെയ്യാൻ എൻ്റെ വീട്ടിൽ നിന്നായ എന്ത് ദോഷമാണുള്ളത്? നീ അത് കഴിക്കണ്ട, നീ അത് മയ്യത്തിന് വേണ്ടി അർഹർക്ക് വിതരണം ചെയ്തോ. മദ്രസകളിലേക്ക്, കോളേജുകളിലേക്ക്, പള്ളികളിലേക്ക്, വഴിയോരത്ത് കിടക്കുന്ന പാവങ്ങൾക്ക് ആർക്കും കൊടുത്തൂടെ? ഭക്ഷണത്തിന് ഇവിടെ ആവശ്യമില്ലാത്ത സ്ഥലം എവിടെയാണുള്ളത്? എവിടെ ചെന്നാലും ഭക്ഷണം വാങ്ങാനും അത് കഴിക്കാനും ധാരാളം ആളുകൾ ഉണ്ടാകും. അത് തടയേണ്ട ഒരു ഖൈറല്ല. ഖൈറിനെ തടയുന്ന ആളുകളായി മാറരുത്. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി ഭക്ഷണം കൊടുക്കലാണ്, വെള്ളം കൊടുക്കലാണ്. അത് തന്നെ റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാ ഭാഗത്തും എല്ലാ വഴിയോരത്തും നോമ്പ് തുറ, അത്തായം. ഏതെങ്കിലും ഒരാളുകൾ ഒരു വഴിയോരത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് ദാഹശമനത്തിന് വേണ്ടി ദാഹജലങ്ങൾ, ചൂട് കാലത്ത് ബസ് സ്റ്റാൻഡിൽ വെള്ളം, കുടിക്കാൻ പറ്റുന്ന പല പാനീയങ്ങൾ, ഭക്ഷണങ്ങൾ എന്തെല്ലാം മുസ്ലിമീങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അവിടെ ആളെ നോക്കണ്ട. മുസ്ലിമാരും വേണ്ടില്ല, കാഫിറാരും വേണ്ടില്ല, ജീവികളാരും വേണ്ടില്ല, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. ചൂടുകാലത്ത് എത്ര ആളുകൾ പറവകൾക്ക് വെള്ളം ഒരുക്കുന്നവരുണ്ട്, ഭക്ഷണം ഒരുക്കുന്നവരുണ്ട്. ആ ഭക്ഷണം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഈ പ്രാവുകളും ജന്തുക്കളും കൂടുതലുള്ള സ്ഥലത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നത്, അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നത് ലോകത്ത് എവിടെയും കാണാം. മക്കയിൽ കാണാം, മദീനയിൽ കാണാം, ബൈത്തുൽ മുഖദ്ദസിൽ കാണാം, ബാക്കിയുള്ള നമ്മുടെ നാടുകളിൽ എല്ലാ സ്ഥലത്തും കാണാം. ഭക്ഷണം എല്ലാവർക്കും കൊടുക്കണം. അതൊന്നും തടയാൻ ഒരാൾക്കും അർഹതയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്ത ഭാഗത്തേക്ക് ചെലവഴിക്കൽ, അതാണ് പാടില്ലാത്തത്. അത് വാരിദായിട്ടുമുണ്ട്. ഒരു സ്ഥലത്ത് ഒരു കൈഫിയത്തിൽ കൂടെ വിരോധിക്കപ്പെട്ടത് എല്ലാ നിലക്കും വിരോധിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുന്നത് ജഹാലത്താണ്. ഇവിടുത്തെ പുത്തൻവാദികൾ, മുജാഹിദ്, ജമാഅത്ത് തബ്ലീഗ് പോലെയുള്ള തമ്മാടി പുത്തൻവാദികൾ, അവർക്ക് പരിശുദ്ധ ദീനിനെ പറ്റി ഒരു അടുപ്പും അറിയില്ല.
അതിൻ്റെ പേരിൽ തന്നെ ബുഖാരി ഇമാമിൽ ആദ്യമായി പറഞ്ഞ ഹദീസിനെ പറ്റി അവർക്ക് അറിയില്ല. അവർക്ക് ആരോ കേട്ടതുണ്ട്, മരിച്ച വീട്ടിൽ മരിച്ചവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കണം. ജഅഫർ റളിയല്ലാഹു അൻഹു മുത്തത്തിൽ ഷഹീദായപ്പോൾ അവരുടെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയെന്ന് റസൂലുള്ളാഹി പറഞ്ഞ അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അവരോട് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെറിയ തുണ്ടങ്ങൾ മാത്രം മനസ്സിലാക്കി വസ്തുതകൾക്ക് എതിരായ പരാമർശങ്ങൾ നടത്തുന്നവരെ എന്താണ് പറയുക? മുത്തരീങ്ങളാണ്, കള്ളന്മാരാണ്, ഫാസിഖീങ്ങളാണ്, അവർക്ക് അന്തമില്ലാത്തവരാണ്, ദീനറിയാത്തവരാണ് എന്നേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ മുത്തലക്കായി പറഞ്ഞതാണെങ്കിലും ചില ഭക്ഷണങ്ങൾ അത് സംവരണം ചെയ്യപ്പെട്ടതുണ്ടാകും. സംവരണം ചെയ്യപ്പെട്ടവർക്ക് ആർക്കാണോ സംവരണം ചെയ്യപ്പെട്ടത് അവർക്ക് മാത്രമേ കൊടുത്തുകൂടൂ. അത് നമ്മുടെ നാട്ടിൽ ഗവൺമെന്റിന്റെ നിയമങ്ങളുണ്ട്, വ്യക്തികൾക്ക് നിയമങ്ങളുണ്ട്, ഔക്കാഫിക്ക് നിയമങ്ങളുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ കുടിവെള്ളം ഉണ്ടാകും. ആ കുടിവെള്ളം എടുത്തു വെച്ച് അതിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം എടുക്കാനേ പാടുള്ളൂ. അത് എടുത്ത് കൊണ്ടുപോയി കുളിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ പാടുണ്ടോ? കൊണ്ടുപോയാൽ അത് കുറ്റമല്ലേ, ശിക്ഷാർഹമല്ലേ? എന്ന മാതിരി പരിശുദ്ധ ഇസ്ലാമിന്റെ സക്കാത്ത്, ആ സക്കാത്ത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്തതാണ്. അതുപോലെ ഉളുഹിയത്തിന്റെ മാംസം, ഹഖീഖത്തിന്റെ മാംസം അത് മുസ്ലിമീങ്ങൾക്ക് മാത്രം സംവരണം ചെയ്തതായത് കൊണ്ടാണ് ഇമാമിങ്ങൾ പറഞ്ഞത് അതൊരു മുസ്ലിം അല്ലാത്തവനും കൊടുത്തുകൂടാ. അത് സംവരണമാണ്. അന്ന് പെരുന്നാളിൻ്റെ അന്ന് തന്നെ ഒരു മഹല്ലിൽ 4-5 പോത്ത് ഒന്നായിട്ട് ഇറക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുതലാളി ഒരു ഉളുഹിയത്ത് ഇറക്കുന്ന വ്യക്തി ഒരു പോത്തോ ഒരു ആടോ ഉളുഹിയത്ത് ഇറക്കുന്നുവെങ്കിൽ അവൻ്റെ അയൽവാസിക്ക് കോഴി അറുത്ത് കൊടുത്തോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനല്ലാത്ത വേറെ ഒന്ന് അവൻ്റെ അയൽവാസികൾ കാഫിരീങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അറുത്ത് കൊടുത്തോട്ടെ. ആരാ വിരോധിക്കുന്നത്? ഈ ഉളുഹിയത്തിൻ്റെ മാംസം സംവരണമാണ്, ഹഖീഖത്ത് സംവരണമാണ്, കഫാറാത്ത് സംവരണമാണ്, സക്കാത്തുകൾ സംവരണമാണ്. അത് ആർക്കാണോ സംവരണം ചെയ്യപ്പെട്ടത് അത് അവർക്ക് മാത്രം കൊടുക്കണം. അത് സാധാരണ ഭക്ഷണമായി കാണാൻ പാടില്ല. നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് പോലും അതറിയാം. ഒരു ഉളുഹിയത്തിൻ്റെ പോത്തറക്കുമ്പോൾ അതിൻ്റെ കൗത്തിൽ കത്തിവെക്കുമ്പോൾ എല്ലാവരും കൂടി തക്ബീർ ചൊല്ലും. നേരെ മറിച്ച് ഭക്ഷണത്തിന് വേണ്ടി മാത്രം അറുക്കുന്നവൻ ബിസ്മി ചൊല്ലുമെന്നല്ലാതെ ആരാണ് തക്ബീർ ചൊല്ലുന്ന കേൾക്കല്? അതിനൊരു ആചാരമില്ല. തക്ബീർ ചൊല്ലിയ ദോഷമുണ്ടോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. വളരെ ചിന്തിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഏറ്റവും നല്ല മുസ്ലിം, ഏറ്റവും പൂർണ്ണനായ ഇസ്ലാം കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ജനോപകാരമായത്, രണ്ടാമത്തത് തഖ്റഉ സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിനക്ക് അറിയുന്നവന്റെ മേലും അറിയാത്തവന്റെ മേലും നീ സലാം ചൊല്ലണം. സലാം ചൊല്ലലുമാണ് ഖിറാഅത്തു സലാം, ദയവിൽ ചെയ്യണം. എന്താണ് സലാം? ഒരാളോട് സലാം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നീ എന്നെ തൊട്ട് അമ്നിലാണ്, ഞാൻ നിനക്ക് സംരക്ഷണം നൽകുന്നു, എന്നിൽ നിന്ന് നിനക്ക് ഒരു ഉപദ്രവം ഉണ്ടാവൂല. ഇമാമിങ്ങൾ ധാരാളം ഇതിൻ്റെ അർത്ഥങ്ങൾ പല കിതാബുകളിലും പലയിടത്തായി വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചിടത്തും വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാളോട് കാണുമ്പോൾ തന്നെ ഞാനൊരു ഉപദ്രവക്കാരനല്ല, ഉപദ്രവിക്കാൻ വന്നവനല്ല, ഞാൻ ഉപദ്രവിക്കൂല, എന്നിൽ നിന്ന് നിനക്ക് ഒരു പേടിയും പേടിക്കേണ്ടതില്ല, അൻത മിന്നീ ബിസലാം, നീ എന്നെ തൊട്ട് അമ്നിലാണ് എന്നൊരു അഭിവാദ്യം ആദ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും സമാധാനമായില്ലേ? തിരിച്ച് അതേമാതിരി വഅലൈക്കുമുസ്സലാം, ഇവൻ അമ്നിൻ്റെ വാക്കായ സലാം ചൊല്ലിയാൽ തിരിച്ച് സലാം പറയൽ നിർബന്ധമാണ്. അത് അറിയുന്ന പാർട്ടിക്കാർക്ക് മാത്രം ചെല്ലരുത്. ഹദീസിലുണ്ട്, അവസാന നാൾ വരുന്ന സമയത്ത് അറിയുന്നവർക്ക് മാത്രം, പാർട്ടിക്കാർക്ക് മാത്രം സലാം പറയുന്നൊരു കാലമുണ്ടാകുമെന്ന്. ആ ഹദീസ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നാം ഇരിക്കുന്ന കാലം അങ്ങനെയാണോ? മുസ്ലിമീങ്ങൾ കുറേ ഗ്രൂപ്പുകൾ
സുന്നികൾ തന്നെ പല ഗ്രൂപ്പുകൾ, പല സംഘടനക്കാർ, പല പള്ളിക്കാർ, അവർ അറിയുന്നവർക്ക് മാത്രം സലാം ചൊല്ലാം. ആ സമ്പ്രദായം ഇസ്ലാമിനെതിരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മുബ്തദീങ്ങളെ മേൽ, ഫാസിഖീങ്ങളെ മേൽ സലാം പറയണമെന്നല്ല. അത് അവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി, അവർ സൽപാന്താവിൽ നിന്ന് തിരിച്ചു പോയതിൻ്റെ പേരിൽ അവരെ ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായി അവരോട് സലാം പറഞ്ഞൂടാ, അവരോട് സംസാരിച്ചൂടാ, അവരെ ജോഗികളായാൽ കാണാൻ പോയിക്കൂടാ, അവർ ഇമാമിങ്ങളായാൽ തുടർന്നൂടാ, അവരെ മക്കളെ കല്യാണം കഴിച്ചൂടാ, അവര് സൽക്കരിച്ചാൽ അങ്ങോട്ട് പോവേണ്ടതില്ല. ഇതെല്ലാം എന്തുകൊണ്ട്? അവർ വ്യക്തിപരമായി അവരോടുള്ള വിദ്വേഷം കൊണ്ടല്ല, പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്ന നിർദ്ദേശത്തിൽ നിന്ന് തെറ്റി, അള്ളാഹും റസൂലും കാണിച്ചു തന്ന, സ്വഹാബത്തും കാണിച്ചു തന്ന മാർഗത്തിൽ നിന്ന് ലംഘിച്ചതിൻ്റെ പേരിൽ ഒന്നിരിക്കൽ അഖീദപരമായി പേശത് കൊണ്ട് മുബ്തദീങ്ങൾ, അല്ലെങ്കിൽ കർമ്മം കൊണ്ട് പേശത് കൊണ്ട് ഫാസിഖീങ്ങൾ, അവരുമായി ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായി അവരോട് സലാം പറയാൻ പാടില്ല. അങ്ങനെ അല്ലാത്ത ബാക്കിയുള്ള മുസ്ലിമീങ്ങൾ ഇനി അവർ മുബ്തദിയാണോ ഫാസിഖാണോ എന്നും അറിയില്ലെങ്കിൽ അവരോട് സലാം പറയുകയാണ് വേണ്ടത്. മുബ്തദി ആയേക്കാം, അവൻ്റെ താടി കണ്ടാൽ തലയിൽ ഒന്നും മറക്കാതെ വെറും നീണ്ട താടി മാത്രം, അതിൻ്റെ കൂസം താടി വളർത്തിയവൻ, പ്രത്യേക രീതിയിൽ മുബ്തദീങ്ങളെ താടി വളർത്തിയവൻ, അവനെ കണ്ടാൽ തിരിയും അവൻ മുബ്തദിയാണ്. ഉറപ്പില്ലെങ്കിൽ അവനോട് സലാം പറയാം. അതുപോലെ ഒരാളുടെ വേഷം കണ്ടാൽ ഏതെങ്കിലും കള്ളുകുടിയനാണോ അല്ലെങ്കിൽ പെണ്ണുകുടിയനാണോ സ്കരിക്കാത്തവനാണോ എന്ന് തോന്നിയാലും മുസ്ലിമാണെന്ന് കണ്ടാൽ അവൻ കാഫിറാണെന്ന് ഫാസിക്കാണെന്ന് വ്യക്തമാവാത്ത കാലത്തോളം സലാം പറയണം. ആ സലാം പറയുന്നതിൽ മനുഷ്യരുടെ ഇടയിൽ ഇണക്കത്തെ ഉണ്ടാക്കി തീർക്കുന്ന കാര്യമാണ്. تطعم الطعام وتقرأ السلام على من عرفت ومن لم تعرف.